بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين إلى الله ആദരണീയരും ബഹുമാന്യരുമായ അല്ലാഹുവിന്റെ പള്ളിയിലിരിക്കുന്ന മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അവന്റെ പൊരുത്തം കിട്ടുന്ന നല്ല അടിമകളിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരും ഉൾപ്പെടുത്തട്ടെ. എല്ലാ വിഷയങ്ങളിലും അവർക്കും നമുക്കും അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും കുടുംബത്തിൽ നിന്നും ദുആ ചെയ്യാൻ പറഞ്ഞവരിലുമൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ, എല്ലാവരുടെയും വിഷമങ്ങളെയും പ്രയാസങ്ങളെയും തീർത്ത് അല്ലാഹു എല്ലാ മേഖലയിലും സമാധാനവും സന്തോഷവും ഇസ്സത്തും നൽകാൻ കഴിയട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ഇടവേളകൾക്ക് ശേഷം ഈ രൂപത്തിലെങ്കിലും നമുക്ക് സംഗമിക്കുവാൻ തൗഫീഖും അവസരവും നൽകിയ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇവിടെ ഒരുമിച്ച് കൂടിയ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചവരാണ്, അല്ലെങ്കിൽ നിരവധി പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയും അല്ലെങ്കിൽ ഇനി മരിക്കുന്നതിന്റെ മുമ്പ് നിരവധി പ്രയാസങ്ങളെ നേരിടേണ്ടവരുമാണ്. ഈ പറയപ്പെട്ട രൂപത്തിലൊന്നും അല്ലാതെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളത് പച്ചയായ ഒരു പരമാർത്ഥമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രതിരോധിക്കാനുള്ള വഴികളും മാർഗങ്ങളും എങ്ങനെയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലേ കൂട്ടി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സമാധാനത്തിന്റെ വഴികളും മാർഗങ്ങളും ഒക്കെ. ഇന്ന് രോഗം വ്യാപകമാണ്, എല്ലാ സന്ദർഭത്തിലും അതുണ്ട്. രോഗികൾ ലോകത്ത് ധാരാളമുണ്ട്. രോഗങ്ങൾ ഒന്നിനു മീതെ മറ്റൊന്നായി വ്യാപകമായി നിറഞ്ഞു നിൽക്കുന്നു. അത് ഇന്നിന്റെ പ്രശ്നമല്ല, അത് എന്നുമുള്ളതാണ് എന്നും ഉണ്ടാവുകയും ചെയ്യും. രോഗം എന്ന് പറയുന്ന സംഗതി ഒരു പ്രശ്നമായി നമ്മൾ കാണുമ്പോൾ ഭൗതികമായി മാത്രം കാര്യങ്ങളെ വിലയിരുത്തുക എന്ന് പറയുന്ന ശീലം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. അതൊരു പ്രശ്നമായി നമ്മൾ കാണുമ്പോൾ ഭൗതികമായി മാത്രം കാര്യങ്ങൾ വിലയിരുത്തുന്നതിനപ്പുറം ആത്മീയമായി നമുക്ക് വിശദീകരിച്ചു തന്ന പ്രതിരോധ മാർഗങ്ങളും പരിഹാര വിഷയങ്ങളുമൊക്കെ നമ്മൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്ന പരിഹാര മാർഗങ്ങൾ 3 എണ്ണമാണ്. ഒന്ന്, മരുന്നായ പദാർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അസുഖം ബാധിക്കുന്ന സന്ദർഭത്തിൽ മരുന്നായ പദാർത്ഥത്തെ പരിഹാരമായി സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് സീഫാമും ദീഫാമും ഉള്ള ഒരു കാലം അല്ലാത്തതുകൊണ്ട് അത് പ്രകൃതിപരമായ മരുന്നിന്റെ പദാർത്ഥങ്ങളാണ് സ്വീകരിച്ചത് എന്ന് നിരവധി കിതാബുകളിൽ മഹത്തുക്കളായിരിക്കുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തേന് എല്ലാ സമയത്തും കൂടെ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു. എന്ത് വിഷമമുണ്ടെങ്കിലും തേന് സേവിക്കുന്ന രീതി ബഹുമാനപ്പെട്ട നബി തങ്ങൾക്കുണ്ട്.
അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. വിഷമമുള്ള രോഗത്തിന്റെ പരിഹാര മാർഗം നിർദ്ദേശിക്കുമ്പോൾ തേന കുടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈത്തപ്പഴങ്ങൾ പ്രതിവിധിയായി സ്വീകരിച്ചിട്ടുണ്ട്. അജ്വ എന്ന് പറയുന്ന ഈത്തപ്പഴം പ്രത്യേകമായി പരിഹാരമായി സ്വീകരിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വെറും വയറ്റിൽ പച്ചവെള്ളം കുടിച്ചിട്ടുണ്ട്. അത് കുടിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. രണ്ടാമത്തെ കാര്യം ആത്മീയ ശക്തി നൽകുന്ന മന്ത്രങ്ങൾ തന്നെയാണ്. അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മരുന്നായ പദാർത്ഥം സ്വീകരിച്ച് പരിഹാരം തേടുക എന്ന് പറയുന്നത് ഭൗതികമായിരിക്കുന്ന പ്രതിവിധിയാണ് എന്നുണ്ടെങ്കിൽ അതിനോട് ആത്മീയ ശക്തി പകരുന്ന മന്ത്രങ്ങൾ ഉരുവിടുക അല്ലെങ്കിൽ അത് ചൊല്ലുക, പറയുക എന്ന് പറയുന്നത് അതിന്റെ മറ്റൊരു പരിഹാര വിഷയമായി നമ്മൾ മനസ്സിലാക്കണം. അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാദുൽ മആദിൽ കാണാം, കാന ഇലാജുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ മറദി സലാസത അൻവാഇ. രോഗമുണ്ടാകുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചത് 3 വഴികളാണ്. അഹദുഹാ ബിൽ അദ്വിയത്തി തബീഇയ്യ. ഒന്ന് മരുന്നായ പദാർത്ഥം. അത് പ്രകൃതിയിലെ മരുന്നായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സംസം വെള്ളം അടക്കം, തേനടക്കം, വെറും വയറ്റിൽ ഈത്തപ്പഴ സേവിക്കുന്നടക്കം, വെറും വയറ്റിൽ നേന്ത്രപ്പഴം പുഴുങ്ങാതെ നല്ലവണ്ണം പൊഴുത്തത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട തിബുൻ നബി വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. വെറും വയറ്റിൽ പഴം പുഴുങ്ങിക്കുന്നതിനപ്പുറം നല്ലവണ്ണം പൊഴുത്ത് തോല് കറുത്ത രൂപം പ്രാപിച്ച നേന്ത്രപ്പഴം വെറും വയറ്റിൽ ഭക്ഷിക്കുന്നത് മാരകമായിരിക്കുന്ന രോഗങ്ങൾക്ക് പരിഹാരമായി വരും എന്നുവരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ധരണികൾ മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അത് അദ്വിയത്തി തബീഇയ്യ, പ്രകൃതിപരമായിരിക്കുന്ന മരുന്ന്. ആ മരുന്നായിരിക്കുന്ന പദാർത്ഥങ്ങൾ അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ച ഒരു വിഷയമാണ്. വസാനി ബിൽ അദ്വിയത്തിൽ ഇലാഹിയ. രണ്ടാമത്തത് ഇലാഹിയായിരിക്കുന്ന മരുന്നുകളാണ്. ആത്മീയ ശക്തി പകരുന്ന മന്ത്രങ്ങൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, ഖുർആൻ ആയത്തുകൾ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്. ആയിഷ ബീവിയെ കൊണ്ട് മന്ത്രിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വയം കയ്യിലേക്ക് ഊതി ശരീരം തടവിയിട്ടുണ്ട്. എന്നത് ഇസ്ലാമിക ശരീഅത്ത് നിർദ്ദേശിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്റെ വഴിയായി സമാധാനം എത്തിപ്പിടിക്കാനുള്ള മേഖലയായി മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ആ ഒരു നിലക്കാണല്ലോ മൗലിദിന്റെ പാരായണ വീടുകളിൽ ദിക്റുകൾ ചൊല്ലുക, അദാദ് റാത്തീബുകൾ ചൊല്ലുക, മൊഹിയത്തിൻ മാല പാടുക, റാത്തീബുകൾ ചൊല്ലുക, ഖുർആൻ ആയത്തുകൾ പാരായണം ചെയ്യുക, സ്വലാത്തുകളെ വർദ്ധിപ്പിക്കുക, ദിക്റുകളെ വർദ്ധിപ്പിക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ നമ്മൾ വളരെ കൃത്യമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വീടിന്റെ അകത്തങ്ങളിലെ വിഷയങ്ങളൊക്കെ വളരെ ഭംഗിയായി മനോഹരമായി നമ്മൾ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോരുകയും ചെയ്യുന്നു എന്നുള്ളത് ശാന്തിയുടെയും സമാധാനത്തിന്റെ വഴികൾ തുറക്കപ്പെടാൻ ഏറ്റവും വലിയ പരിഹാരമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം റസൂലുള്ളാഹി പഠിപ്പിക്കുന്ന അൽ മുറത്തബു മിനൽ അംറൈനി എന്നാണ്. 2 കാര്യങ്ങളെയും സമന്വയിപ്പിച്ചു കൊണ്ടുപോകണം. ഭൗതികമായ പ്രതിരോധ ശേഷികൾ തീർക്കുന്നതോടൊപ്പം ആത്മീയ ശക്തി പകരാൻ ആവശ്യമായ കാര്യങ്ങളെയും സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. എന്തൊരു കാര്യങ്ങളെയും പ്രശ്നമായി കാണുന്ന സന്ദർഭത്തിൽ ഭൗതികമായ പ്രതിരോധ ശീലങ്ങൾ മാത്രം സ്വീകരിക്കുന്നതിനപ്പുറം മതപരമായ വിഷയങ്ങളിൽ ഒരു സെക്കൻഡ് പോലും പുറകോട്ട് പോകാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന്റെ ഉയർച്ചക്കും വളർച്ചക്കും നമ്മുടെ പ്രതാപത്തിനും ആവശ്യമായ കാര്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഇലാഹിയായ സാമീപ്യത്തിന്റെ വഴിയാണ്. അതോടൊപ്പം ഭൗതികമായിരിക്കുന്ന പ്രതിരോധത്തിന്റെ വഴിയും കൂടിയാകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള വിഷയമാണ്. യാതൊരു തർക്കവുമില്ല. എത്ര വിഷമങ്ങൾ ഉണ്ടെങ്കിലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ദീനിന്റെ വിഷയങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ പ്രയാസങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ പ്രശ്നങ്ങളെ അള്ളാഹു തന്നെ ഇല്ലാതെയാക്കിയിട്ട് സമാധാനം നമുക്ക് നൽകാൻ അവൻ മതിയായവനാണ് എന്നുള്ള ബോധത്തോടുകൂടെ കാര്യങ്ങൾ നിയന്ത്രിക്കുമ്പോൾ രക്ഷപ്പെടാൻ കഴിയുമെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഒറ്റ സംഭവം സൂചിപ്പിക്കട്ടെ. ആമിർ ബിൻ അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പ്രമുഖനായിരിക്കുന്ന സ്വഹാബിയാണ്. അദ്ദേഹം വയസ്സായ സന്ദർഭത്തിൽ രോഗബാധിതനായി.
അങ്ങനെ രോഗം പിടിപെടുന്ന സന്ദർഭത്തിൽ പള്ളി മിനാരത്തിന്റെ ശിഖരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാ എന്ന ബാങ്കിന്റെ ധ്വനികൾ അദ്ദേഹം കേൾക്കുകയാണ്. ബാങ്കിന്റെ ധ്വനികൾ കേൾക്കുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന് വല്ലാത്ത വിഷമമുണ്ടായി, മനസ്സിന് വല്ലാതെ നീറ്റലുണ്ടായി, വല്ലാത്ത പ്രയാസമുണ്ടായി. ഇന്ന് 65 വയസ്സിന്റെ മുകളിലുള്ള ആളുകൾക്ക് പള്ളിയിൽ വരാൻ ചില പ്രയാസങ്ങൾ നേരിട്ട സന്ദർഭത്തിൽ നമ്മോട് പലരും പങ്കുവെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചക്ക് രാവിലെ ഇവിടെ വരും, എന്നിട്ട് 2 സുന്നത്ത് നിസ്കരിച്ചിട്ട് വിഷമുണ്ട്, പ്രയാസമുണ്ട് എന്ന് പറയും. എന്താ ചെയ്യുക, ബുദ്ധിമുട്ടുകളല്ലേ എന്ന് പറയുന്ന ആ വർത്തമാനത്തിലൂടെ നടന്നു പോന്നിരുന്ന നന്മകളെ ജീവിതത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവരുവാൻ സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്ന സന്ദർഭത്തിൽ അവർ കാണിക്കുന്ന വിഷമങ്ങളും കുറ്റബോധങ്ങളും കൽബിന്റെ അകത്തലങ്ങളിൽ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസത്തിന്റെ പൂർത്തീകരണമായി നമുക്ക് ബോധ്യപ്പെടുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ വഴികൾ അവൻ തുറന്നു തരും. സമാധാനത്തിന്റെ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടാതിരിക്കുകയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമിർ റളിയല്ലാഹു അൻഹു കിടപ്പിലായി കിടക്കുന്ന സന്ദർഭങ്ങളിൽ ബാങ്കിന്റെ ധ്വനികൾ കേൾക്കുന്ന സന്ദർഭത്തിൽ തന്റെ മക്കളെ അരികിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാന്റെ നിസ്കാരത്തിലേക്കുള്ള വിളി ഞാൻ കേൾക്കുന്നുണ്ട്, പള്ളിയിലേക്കുള്ള ജമാഅത്തിന്റെ വിളി ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ കൊണ്ടുപോകണമെന്ന പിതാവ് മക്കളോട് പറയുമ്പോൾ എത്ര അവശതയുണ്ടെങ്കിലും എത്ര പ്രയാസമുണ്ടെങ്കിലും തന്നെ കൈപ്പിടിച്ച് താങ്ങുവാൻ കെൽപ്പുള്ള ആരോഗ്യമുള്ള സുന്ദരന്മാരായിരുന്ന മക്കൾ അള്ളാഹുവിന്റെ ഔദാര്യമായി അനുഗ്രഹമായി കൈക്കുണ്ട് എന്ന ബോധമായിരുന്നു മക്കളോട് അങ്ങനെ പറയാൻ വേണ്ടി അദ്ദേഹത്തിന് കരുത്തു പകർന്നത്. മക്കൾ ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഇന്നക അലീലുൻ, നിങ്ങൾ രോഗിയാണല്ലോ, എന്തിനാ നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത്, എന്തിനാ ജമാഅത്തിന് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, അള്ളാന്റെ പള്ളിയിൽ നിന്നുള്ള വിളി ഞാൻ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. എന്നെ കൈപിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ, എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? മക്കളോട് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ മുമ്പിൽ മക്കൾ പരാജയപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ മഗ്‌രിബിന്റെ ജമാഅത്തിന് പള്ളിയിലേക്ക് താങ്ങിപ്പിടിച്ചു കൊണ്ടുപോകുകയാണ്. ഇമാം നിസ്കാരത്തിന് നേതൃത്വം നൽകി ഒരു റക്അത്ത് ബഹുമാനപ്പെട്ടവൻ മഗ്‌രിബിന്റെ ജമാഅത്തിൽ പങ്കെടുത്തു. 2ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം മരണപ്പെടുകയാണ്. ഓർക്കണം, നമ്മൾ ഒരു മനുഷ്യന്റെ അന്ത്യാഭിലാഷമാണ് പള്ളിയിലേക്ക് പോകുക എന്ന് പറയുന്നത്, ജമാഅത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. എവിടെയാണെങ്കിലും മരണം സംഭവിക്കും, ഏത് തലത്തിലാണെങ്കിലും അനിവാര്യമായി ഇത് പിടികൂടുക തന്നെ ചെയ്യും. ആമിർ റളിയല്ലാഹു അൻഹു അവസാനത്തെ ആഗ്രഹം മക്കളോട് പറയുകയും മക്കൾ തന്നെ താങ്ങാനുണ്ട് എന്നുള്ള ബോധം മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തപ്പോൾ ആ പിതാവിനെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരികയാണ്. മഗ്‌രിബിന്റെ ജമാഅത്തിൽ പങ്കെടുക്കുകയാണ്. 2ാമത്തെ നമസ്കാരത്തിലേക്ക് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ലോകത്തോട് വിട പറയുകയാണ്. പള്ളിയുടെ മിഹ്റാബിന്റെ ചാരത്ത് ഇമാമിന്റെ ഓരത്ത് അദ്ദേഹം കലിമ ചൊല്ലിയിട്ട് അല്ലാഹുവിലേക്ക് മുന്നിടുന്ന നമസ്കാര സന്ദർഭത്തിൽ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അതിനോളം വലിയ ഭാഗ്യം എന്താണുള്ളത്? പ്രിയമുള്ളവരെ, ഓർക്കണം, നിങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത് സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് എത്രയോ ആളുകൾ രാവിലെ ഒന്ന് അങ്ങോട്ട് നടക്കും, വൈകുന്നേരം ഒന്ന് അങ്ങോട്ട് നടക്കും. ഈ നിലപാട് സ്വീകരിക്കുകയാണ്. 65 വയസ്സിന്റെ മുകളിലുള്ളവരോട് പള്ളിയിലേക്ക് വരേണ്ട എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അവർ ഇറങ്ങാതിരിക്കുകയാണെങ്കിൽ എങ്ങോട്ടും ഇറങ്ങാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതേസമയം പള്ളിയുടെ മുന്നിലൂടെ രാവിലെ ഒന്ന് പോകും, വൈകുന്നേരം അങ്ങോട്ട് പോകും, ഉച്ചക്ക് 2 നാട്ടിൽ ഇങ്ങോട്ടും നടക്കും. പള്ളിയിലേക്ക് വരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എന്റെ പ്രശ്നങ്ങളിൽ ഭൗതികമായ സമീപനങ്ങൾ സ്വീകരിക്കുന്ന രീതികൾ വിട്ടിട്ട് ആത്മീയ ശക്തി പകരുന്ന രീതിയിലേക്ക് സമുദായം കടന്നു വരുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനാണ്, അല്ലാഹു തആല കഴിവുള്ളവനാണ്, എല്ലാ പ്രയാസങ്ങളിൽ ലഘുവാക്കി തരുമെന്ന വിഷയത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ടത് പ്രശ്നങ്ങളാണ്, എവിടെയും പ്രശ്നങ്ങളാണ്. ഇനിയും പ്രശ്നങ്ങൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൗതികതയിൽ ഊന്നി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതോടൊപ്പം അള്ളാന്റെ സാമീപ്യവും പൊരുത്തം കിട്ടാൻ ആവശ്യമായ മാർഗങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ആ ഒരു സാഹചര്യം ഒരു വാപ്പ പറഞ്ഞാൽ മക്കൾ സഹായിക്കണം, ആ ഒരു സാഹചര്യം മക്കൾ പറഞ്ഞാൽ വാപ്പ സഹകരിക്കണം, ആ ഒരു സാഹചര്യം വല്യപ്പ പറഞ്ഞാൽ പേരക്കുട്ടി സഹായിക്കണം, പേരക്കുട്ടികളെ വല്യപ്പ സഹായിക്കണം. ഈ നിലക്ക് സംവിധാനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരും, യാതൊരു തർക്കവുമില്ല. ഞാൻ ഓർമ്മപ്പെടുത്തിയത് പ്രശ്നങ്ങൾ നേരിടുന്നവർ, പ്രശ്നങ്ങൾ നേരിടേണ്ടവർ ഭൗതികതയിൽ ഊന്നി കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ലെവലിൽ നിന്ന് വിട്ടിട്ട് അള്ളാന്റെ ദീനുമായി ബന്ധപ്പെടുന്ന സാഹചര്യങ്ങളെ മുഖബലം കെടുക്കാൻ നമുക്ക്
കഴിയണം. അവിടെയാണ് പ്രതിവിധി. ഒരൊറ്റ കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. സമരമുഖത്തേക്ക് ശത്രുക്കളോട് പോരാട്ടത്തിന് വേണ്ടി പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ള രണ്ട് പരിഹാര മാർഗമാണ് കണ്ടത്. ഒന്ന് മതകീയമാണ്, മറ്റത് ഭൗതികവുമായിരുന്നു. ഭൗതികമായ പ്രതിവിധി എന്ന് പറഞ്ഞാൽ ആയുധം വേണം, ആയുധം കയ്യിൽ പിടിക്കണം. അത് ഭൗതികതയായിരുന്നു. അതിനപ്പുറം റസൂലുള്ള പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. ശത്രുക്കളെ കാണുന്ന സന്ദർഭത്തിൽ ആത്മീയ മന്ത്രങ്ങൾ പറഞ്ഞു. ബദറിന്റെ ഏറ്റവും വലിയ ശക്തി ഭൗതികത എന്ന് പറയുന്ന ആയുധം ഇല്ലായിരുന്നു. അതേസമയം ആത്മീയ ശക്തി പകർന്ന മന്ത്രം നേരം വെളുക്കുന്നത് വരെ ടെന്റിൽ കടന്ന് സുജൂദിൽ വീണിട്ട് കണ്ണുനീരൊൽപ്പിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഭൗതികതയുടെ ആയുധം എന്ന് പറയുന്ന ഒന്ന് ബദറിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഇല്ല. ഭൗതിക പരിഹാരത്തിന് വേണ്ടി ആയുധം ഇല്ല. ആത്മീയ ശക്തി പകർന്ന മന്ത്രമാണ് ആയുധമായി സ്വീകരിച്ചത്. നേരം വെളുക്കുന്നത് വരെ റസൂലുള്ള കടന്നു ഉറങ്ങാതെ പറഞ്ഞു. ഈ ഉമ്മത്തിന്റെ സമാധാനത്തിന് വേണ്ടി, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞു. സ്വഹാബികളോട് കിടക്കാൻ വേണ്ടി പറഞ്ഞു. ക്ഷീണിച്ചോളി എന്ന് പറഞ്ഞു, വിശ്രമിച്ചോളി എന്ന് പറഞ്ഞു, കുളിച്ചോളൂ എന്ന് പറഞ്ഞു, അംഗസ്നാനം ചെയ്തോളൂ എന്ന് അട്ടി വിളിക്കുമെന്ന് പറഞ്ഞിട്ട് സ്വഹാബത്തിന്റെ ഉറങ്ങാൻ വേണ്ടി വിട്ട ലോകത്തിന്റെ നേതാവ് ഈത്തപ്പന മടലുകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ടെന്റിന്റെ ഉള്ളിൽ കിടന്നിട്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നേരം വെളുക്കുന്നത് വരെ ആത്മീയ മന്ത്രങ്ങളെ കൊണ്ട് ശക്തി പകർന്നിട്ട് പറഞ്ഞു, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. നേരം പുലരുന്ന സന്ദർഭത്തിൽ വിജയത്തിന്റെ നിദാനമായ സംശുദ്ധമായ ആത്മീയ സമാധാനത്തിന്റെ വാതായനങ്ങൾ തന്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. പ്രശ്നങ്ങൾ വരുന്ന സന്ദർഭത്തിൽ പ്രതിവിധിയായി രണ്ട് മാർഗം. ഒന്ന് ഭൗതികത, രണ്ട് ആത്മീയ ശക്തി പകരുന്ന മാർഗങ്ങളാകുന്നു. അത് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. ഇനിയും നമ്മൾ പുറകോട്ട് പോകാൻ പാടില്ല, ഇനിയും നമ്മൾ മാറി ചിന്തിക്കാൻ പാടില്ല. നിയമപരമായ സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നമ്മൾ തിരിച്ചു വരിക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്കറിയുമോ, ലോകം അവസാനിക്കുന്ന സന്ദർഭത്തിൽ ലോക മുസ്ലിങ്ങൾക്ക് സമാധാനം പകർന്നുകൊണ്ട് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വരുന്നുണ്ട്. ഖുറാസാനിൽ നിന്നും 70,000 ചെറുപ്പക്കാരെ കൂട്ടിയിട്ട് മക്കായുടെ തീരത്തേക്ക് വരും, കഅബാലയത്തിൽ വരും. അവിടെ വെച്ചുകൊണ്ട് ബൈഅത്തുകൾ നടക്കും. റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് മഹ്ദി ഇമാമിന്റെ കൂട്ടത്തിൽ കൂടണമെന്നുണ്ടെങ്കിൽ ഖുറാസാനിലേക്ക് പോകേണ്ടി വന്നാൽ നിങ്ങൾ പോകേണ്ടി വരും എന്ന് പറഞ്ഞു. എത്രത്തോളം എന്നറിയുമ്പോൾ റസൂലുള്ള പറഞ്ഞു, സന്ധി കുത്തി നിരങ്ങിയിട്ടെങ്കിലും നിങ്ങൾ ഖുറാസാനിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. എന്തിനാണ് പറഞ്ഞത്? ഖുറാസാൻ മഞ്ഞുമലകളാണ്, ഖുറാസാൻ മഞ്ഞുമലകളാണ്, ഖുറാസാൻ ഐസിന്റെ കട്ടകളാണ്. സന്ധി കുത്തി നിരങ്ങിയിട്ടല്ലാതെ മഹ്ദി ഇമാമിന്റെ കയ്യിലേക്ക് ചെല്ലാൻ കഴിയില്ല. പക്ഷേ ഖുറാസാനിലേക്ക് പോകണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഞമ്മക്കുണ്ടാകും. ഖുറാസാൻ ഒമാനിന്റെ തീരെയാണ്, ഒമാനിലേക്ക് എളുപ്പമാണ്. ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ ഒമാനിലേക്ക് പോകാൻ പ്രയാസമില്ല. ഇന്ത്യയുടെ ബൗണ്ടറി ആയതുകൊണ്ട് ഖുറാസാൻ സമീപ പ്രദേശമാണ്. മറ്റു രാജ്യക്കാർക്ക് ആശ്വാസമില്ല. ഇന്ത്യക്കാർക്ക് ഖുറാസാൻ സമീപ പ്രദേശമായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. പോകേണ്ട സമയമാകളിൽ പോകേണ്ടി വരും. മഹ്ദി ഇമാമിന്റെ നേതൃത്വത്തിൽ ഖുറാസാനിൽ നിന്ന് 70,000 ചെറുപ്പക്കാർ വരുമെന്ന് പറഞ്ഞാൽ അത് ഖുറാസാനിലെ ചെറുപ്പക്കാർ മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ ചെറുപ്പക്കാരുണ്ടാകും, ഇന്ത്യയിലെ ചെറുപ്പക്കാരുണ്ടാകും, അല്ലെങ്കിൽ കശ്മീരിലെ ചെറുപ്പക്കാരുണ്ടാകും. അതൊരു മത തീവ്രവാദത്തിന് വേണ്ടി, വർഗീയവാദത്തിന് വേണ്ടിയല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യമായ മാർഗങ്ങൾ സ്വീകരിക്കാനും ഈമാൻ കാമിലായി മരിച്ചു പോകുവാനുള്ള സാധ്യത ദജ്ജാലിന്റെ വിളയാട്ടം നടക്കുകയാണ്. പാശ്ചാത്യ വിളയാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മഹ്ദി ഇമാമിന്റെ വരവ്, മഹ്ദി ഇമാം യൂറോപ്പിന്റെ മണ്ണിലേക്ക് കടന്നാൽ പ്രതിരോധ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ആദ്യം സ്വീകരിക്കുന്ന നിലപാടുകൾ ബുദ്ധിമുട്ടുകളാണ്. എവിടെയും പ്രശ്നങ്ങളായിരിക്കും വന്നുണ്ടാകുക. മഹ്ദി ഇമാം സ്വീകരിക്കുന്ന സ്വീകരണം എന്താണെന്ന് അറിയുമോ? ഒരൊറ്റ കാര്യം മാത്രം. ആയുധം കയ്യിലില്ല, വാള് കയ്യിലില്ല, തോക്ക് കയ്യിലില്ല, 47 ഒന്നുമില്ല. ഒരൊറ്റ ആയുധം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. മഹ്ദി ഇമാം വിളിച്ചു കൊടുക്കും, കൂടെയുള്ളവർ ഏറ്റു പറയും. അതാണ് മുദ്രാവാക്യം. അത് ഏറ്റവും വലിയ മന്ത്രമാണ്, ഏറ്റവും വലിയ ആയുധമാണ്. ഇത് പറയുന്നതോടുകൂടെ പാശ്ചാത്യരും യൂറോപ്പുകളും തകർന്ന് കൈപ്പണമായി പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മഹ്ദി ഇമാമിന്റെ പ്രശ്നങ്ങളിൽ പ്രതിവിധികൾ ആത്മീയതയാണ്. നമുക്കും ആത്മീയതയാണ്, നമുക്കും അത് വേണം. ആ മേഖല നമ്മൾ തിരിച്ചു പിടിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും സമാധാനത്തിന്റെ വഴികളെ തേടിപ്പിടിക്കാൻ അല്ലാഹു നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമാക്കി തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ത്വഅത്തിലായി ജീവിക്കാനുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ത്വഅത്തിലായിട്ടുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് ഞങ്ങൾക്ക് എല്ലാ സന്ദർഭത്തിലും നൽകണമെന്ന് ഞങ്ങളുടെ കച്ചവടങ്ങളിലും കൃഷിയിലും വാഹനത്തിലും യാത്രയിലും ഏർപ്പാടുകളിലും ഉൾപ്പെടെയും മാതാപിതാക്കളിലും സന്താനങ്ങളിലും ശരീരങ്ങളിലും എല്ലാ തൊഴിലുകളിലും ബിസിനസ്സുകളിലും ഞങ്ങൾ ബർക്കത്ത് നൽകണമെന്നവരാണ്. ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, എല്ലാവർക്കും ബർക്കത്ത് നൽകണമെന്ന
നാളിതുവരെയായി നാടിന്റെ പുരോഗതിയിൽ നിർണായകമായി പങ്കുവഹിക്കുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ, നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും നൽകണേ തമ്പുരാനെ. എല്ലാ മുസീബത്തുകളും വിഷമങ്ങളും തീർത്ത് സമാധാനം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്നത് വരെ ഇന്ന് ഇഷ്ടപ്പെട്ട വഴിയിലായി ജീവിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. എവിടെ വെച്ച് ഏത് സമയത്ത് ഞങ്ങൾ മരണപ്പെടുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന പരിപൂർണ്ണ വിശ്വാസികളെ ഞങ്ങൾ കൊടുത്തേ തമ്പുരാനെ. അതുവരെയും നിന്റെ ദീനിന്റെ ചിഹ്നങ്ങളോട് ആത്മാർത്ഥത പുലർത്തുവാനും ബഹുമാനകരമായി മുന്നോട്ട് പോകുവാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. നാട്ടിലുള്ള മുസീബത്തുകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം തീർത്ത് സമാധാനപരമായിരിക്കുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. ഇസ്സത്തുള്ള ജീവിതം ഞങ്ങൾക്ക് മരണം വരെ നിലനിർത്തണേ തമ്പുരാനെ. ദർസിന് വേണ്ടി, പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, അനുബന്ധ വിഷയങ്ങൾക്ക് വേണ്ടി നൽകിയ സഹായങ്ങൾ, സംഭാവനകൾ, നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ എല്ലാം എല്ലാവരിലും കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും എല്ലാവർക്കും നൽകണേ തമ്പുരാനെ. ഞങ്ങളിലും കുടുംബങ്ങളിലും നാട്ടിലും മഹല്ലത്തിലും വീട്ടിലും വാഴ്ചയിൽ പറഞ്ഞവരും സംഭാവന നൽകിയവരും രോഗികളുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹു, വൈറൽ പനികൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ തമ്പുരാനെ, ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ തമ്പുരാനെ. ഇത്തരം പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് ഉത്ബോധങ്ങൾ ഉണ്ടാകുവാൻ, ആത്മീയത പകരാനുള്ള ഒരു മുന്നറിയിപ്പായി സ്വീകരിച്ച് ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, അനുകൂലമാകുന്ന സാഹചര്യങ്ങളിൽ പള്ളിയോട് ബന്ധപ്പെട്ട്, ജമാഅത്ത് നിസ്കാരങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് ഈമാൻ കരുപിടിപ്പിക്കാൻ ഞങ്ങൾക്ക് അവസരവും തൗഫീഖും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പള്ളി ഇമാറത്ത് മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഈ മജ്ലിസ് കൊണ്ടും ഇമാറത്ത് മാത്രമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതാണ് ഞങ്ങളുടെ നിയ്യത്ത്, അങ്ങനെയാണ് ഞങ്ങളുടെ വിശുദ്ധി. അല്ലാഹുവേ, അതിനപ്പുറം ഒരു ധർമ്മമായി ഞങ്ങളിൽ നിന്ന് അതിനെ തള്ളിക്കളയല്ലേ തമ്പുരാനെ. ഈ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഞങ്ങൾ ഈ സംഗമിച്ച സംഗമം, ഈ മജ്ലിസ് ഞങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ജയിക്കാനുള്ള അമലായി കബൂൽ ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ മഹത്തായ ഫضل കൊണ്ട് ഇത്തരം വിഷയങ്ങളുമായി മുന്നോട്ട് പോകുന്നത് വഴിയായി ഞങ്ങളുടെ പ്രയാസങ്ങളിൽ, ഒരു ബുദ്ധിമുട്ടുകളിൽ കൊടുത്തല്ലേ തമ്പുരാനെ. നാട്ടിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. എല്ലാവരും നീ നല്ല തൗഫീഖിനെ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. താലിമികൾ മുഖറബിയായ ഇൽമ നൽകണേ തമ്പുരാനെ. അലിമീങ്ങളിൽ അവരെയും ഞങ്ങളിൽ കൊടുത്തണേ തമ്പുരാനെ. മരിച്ചുപോയ ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ മിഥിൽ സ്വാമി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ നിലക്കും സംഭാവന നൽകിയ ആളുകൾ, കുടുംബത്തിൽ മരിച്ചുപോയവർക്ക് ഇതിന്റെ മിഥിൽ സ്വാമി എത്തിക്കണേ അല്ലാഹ്. അതിന് ചുറ്റും അന്ത്യവിശ്രമങ്ങൾ തവറാളികൾ കൊടുക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, റഹ്മത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് ഞങ്ങൾക്ക് ജന്നാത്തുൽ ഫിർദൗസ് നിർമ്മിച്ചുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. എന്തെങ്കിലും വിഷമങ്ങൾ മരിച്ചുപോയവർ അവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ പിന്മറക്കാർ നൽകിയ സംഭാവനകളും സഹായങ്ങളും വഴിയായി എല്ലാ അഴതാപുറത്തും സലാമത്ത് നൽകണേ തമ്പുരാനെ. റാഹത്തും ബർക്കത്തും നൽകണേ തമ്പുരാനെ. അവരിൽ അവർക്ക് പ്രയാസങ്ങൾ ഒരു നിലക്കും നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും നിന്നെ കണ്ട് ഒരുമിച്ചുകൂടാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ. ആമീൻ റഹ്മത്തി യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.